ഹലോ ഗായ്സ്, അപ്പോൾ അഗെയിൻ വെൽക്കം ബാക്ക്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ഒരു ട്രാവൽ വ്ലോഗാണ്. നമ്മൾ മുന്നത്തെ വീഡിയോ മർജാനിഷ്വിലിയിൽ പോകുന്നതായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയിലാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈവനിങ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ബസ്സിനാണ് പോയത്. ഫസ്റ്റ് നമ്മൾ ഗുമരേശ്വരിയിൽ ഇറങ്ങി, തന്നെ അവിടെ നിന്ന് നെക്സ്റ്റ് ബസ് കയറിയിട്ടാണ് ക്രോണിക്കിൾസിൽ പോയത്. പോകുന്ന വഴിക്കായാലും ലേക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ക്രോണിക്കിൾസിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ അവിടെ ബസ് ഇറങ്ങി. ആൻഡ് അവിടെ ഇറങ്ങിയാലായാലും ചുറ്റിനും കാണാൻ നല്ല രസമാട്ടോ. ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ കുറേ നേരം അവിടെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നിന്നു. പിന്നെ നമ്മൾ നേരെ ക്രോണിക്കിൾസിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇവിടുന്ന് ഈ ഒരു ദൂരമുള്ള വ്യൂ ഉണ്ടോ, അത് കാണാനായിട്ട് നല്ല രസമാണ്. അപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം അവിടെ നിന്നിട്ട് ക്രോണിക്കിൾസിലേക്ക് നേരെ നടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ആ മുകളിൽ കാണുന്നതാണ് ക്രോണിക്കിൾസ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കാണ് പോകാനുള്ളത്. ഇതാണ് ക്രോണിക്കിൾസ്. അപ്പൊ നമ്മൾ പോയത് വൈകിട്ടായതുകൊണ്ട് തന്നെ സൺസെറ്റിന്റെ ടൈമായിരുന്നു. അപ്പൊ ആ ഒരു വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ളി നല്ല രസമായിരുന്നു അവിടെ മൊത്തത്തിൽ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ സ്ട്രെയിറ്റ് ക്രോണിക്കിൾസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പോകുന്ന വഴിക്കായാലും നമ്മൾ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുമായിട്ട് നമ്മൾ നേരെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ നിന്ന് നമുക്ക് നടക്കാൻ കാര്യമായിട്ടില്ല, കുറച്ചുള്ളെങ്കിലും സ്റ്റെപ്സ് ആണ് നമുക്ക് കൂടുതലുള്ളത്. ഫുള്ള് സ്റ്റെപ്സ് കയറിയാലാണ് നമ്മൾ ടോപ്പിലെത്തുക. ആൻഡ് പോകുന്ന വഴിക്കായാലും വാനും ഷോപ്പും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അവിടെ ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ. അപ്പോൾ നമ്മൾ പതിയെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് സ്റ്റെപ്സ് കയറാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ കയറുമ്പോഴത്തേക്കും തന്നെയുള്ള വ്യൂ അടിപൊളിയാണ്. സൺസെറ്റിൻ്റെ ടൈമിൽ നമ്മൾ വന്നുകൊണ്ട് തന്നെ നമുക്ക് സൺസെറ്റും കാണാൻ പറ്റി. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് പതിയെയാണ് നടന്നത്. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തോ തീപിടുത്തം എന്തോ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പുകയും ഫുള്ള് കാര്യങ്ങളും ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ സൺസെറ്റും ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പതിയെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പതിയെ നടക്കുകയാണ്. പോകുന്ന വഴിക്ക് ആ ഒരു സ്റ്റെപ്സിന്റെ അവിടെ തന്നെ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് എന്താണെന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ വീണ്ടും നടക്കുകയാണ്. നമുക്കിനി ഇത്രയും സ്റ്റെപ്പും കൂടെ കയറിയാലാണ് മുകളിൽ എത്താൻ പറ്റുക. അങ്ങനെ ഫൈനലി നമ്മൾ ഫുള്ള് സ്റ്റെപ്പും കയറി മുകളിൽ എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഗ്യാപ്പ് എടുത്താട്ടോ കയറിയത്. പിന്നെ ഞാൻ വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര സ്ലോ ആയിരുന്നു. ഓരോ കുറച്ച് കയറും ഞാൻ ഫുള്ള് വീഡിയോ എടുക്കും, അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ടോപ്പിൽ എത്തിയതിന് ശേഷമുള്ള വ്യൂ ആണ്. ഫുള്ളായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ആ സൺസെറ്റും കൂടി ഉള്ളത് കൊണ്ട് സൂപ്പറായിരുന്നു കാണാൻ. ഇതാണ് നമ്മുടെ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. അതിൻ്റെ തൊട്ട് താഴെയായിട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ശരിക്കും കാണാനായിട്ട് വന്നത്.
അപ്പോൾ ഇതാണ് ക്രോണിക്കിൾസിന് ചുറ്റിനുള്ള വ്യൂ. ഇതാണ് അതിൻ്റെ സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഫ്ലോറിലായാലും അവർ കുറേ സംഭവങ്ങൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതും കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ നമ്മളതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പതിയെ നടക്കുകയാണ്. ഇനി ക്രോണിക്കിൾസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി പില്ലേഴ്സ് ആണ്. ടോട്ടൽ 16 പില്ലേഴ്സ്, അതായത് 16 പില്ലേഴ്സ് ആണ് വരുന്നത്. അതിൽ ഈ ജോർജിയയിലെ തന്നെ അവരുടെ ഹിസ്റ്ററിയും അതുപോലെ അവരുടെ ക്രൈസ്റ്റിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്കൾപ്ചേഴ്സ് ആയിട്ട് ബ്രോൺസിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാമല്ലോ ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഡീറ്റെയിലിംഗ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി ഇപ്പോഴും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോഴും ഇത് ഇൻകംപ്ലീറ്റ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ എന്താ പറയുക, നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു 30 to 35 meters ആണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഹൈറ്റ്. ഇതിൻ്റെ ആ ഒരു ടോപ്പ് പോർഷൻസിലൊക്കെ ഇവരുടെ ഹിസ്റ്ററിയിൽ വരുന്ന കിങ്സും ക്യൂനും അവരുടെ ഹീറോസിൻ്റെ ഒക്കെ സ്കൾപ്ചേഴ്സും, താഴെ നമുക്ക് കാണാൻ പറ്റുന്നതിൽ ഈ അവരുടെ ക്രൈസ്റ്റിൻ്റെ ലൈഫും ഒക്കെയാണ് ഇങ്ങനെ സ്കൾപ്ചേഴ്സ് ആയിട്ട് അവർ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് പുറത്തുനിന്നുള്ള വ്യൂ ആണ്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് ഉണ്ട്, നമ്മളത് കയറിയിട്ട് അകത്ത് പോകണം. അകത്ത് പോകുമ്പോഴത്തേക്കും ആക്ച്വലി നമ്മൾ പറയില്ലേ ഈ 16 പില്ലേഴ്സ് ഇങ്ങനെ സറൗണ്ട് ചെയ്തിട്ട് നിൽക്കുമ്പം അതിൻ്റെ മിഡിലിൽ വരുമ്പോൾ ഉള്ള ഒരു സംഭവം അത് നമുക്ക് ശരിക്കും വീഡിയോയിൽ കിട്ടുന്നത് അതിനൊരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. എങ്കിലും ഞാൻ ഫുള്ള് കവർ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫുൾ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വന്നിട്ട് ആ പില്ലേഴ്സ് നിൽക്കും. അതിൻ്റെ ബിറ്റ്വീനിലാണ് ഈ ഒരു നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ നിന്നുള്ള വ്യൂ. അതായത് ഈ പില്ലേഴ്സൊക്കെ വന്നിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ സ്ക്വയർ പോലെ ഇരിക്കും. ഈ ആ ഒരു ഫോട്ടോയിൽ കാണുന്ന കേട്ടോ വ്യൂ. പിന്നെ ഈ പറയുന്ന പോലെ സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ ഫുൾ എല്ലാത്തിലും ഇങ്ങനെ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് കണ്ടാൽ ചിലപ്പോൾ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും ഓരോന്നിൻ്റെ ഇതിലും ഓരോ സ്റ്റോറീസ് ഉണ്ടാവും. അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ നോക്കി വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഏത് ആംഗിളിൽ നിന്ന് എങ്ങനെ വീഡിയോ എടുക്കണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവിടുത്തെ നൈറ്റ് വ്യൂ ആണ്. രാത്രി ആകുമ്പോഴത്തേക്കും ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓൺ ആക്കുമ്പോഴത്തേക്കും അതും വേറെ തന്നെ ഒരു ഭംഗിയാട്ടോ കാണാൻ. ശരിക്കും എനിക്ക് കുറച്ചും കൂടെ പേഴ്സണലി ഇഷ്ടമായിട്ടുള്ളത് ആ ഒരു നൈറ്റ് വ്യൂ തന്നെയാട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ അത് ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ചേർച്ചും ഉണ്ട്. ഇത് അവരുടെ ഒരു ഹിസ്റ്ററി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചേർച്ചാണ്. ക്രോണിക്കിൾസിൻ്റെ ആ ഒരു ഇതിൽ തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്നാൽ കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇത് അതിൻ്റെ ബാക്ക് സൈഡിലാണ് വരുന്നത്. ബാക്ക് സൈഡിലുള്ള സംഭവങ്ങളാണിത്. ഇനി ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട ചേർച്ച് വരുന്നത്. ഇതാണ് ആ ചേർച്ച്. അപ്പോൾ അതിന് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ കുറേ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇരിക്കാം, കുറേ ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനത്തെ ഒരു സ്പേസ് ആട്ടോ അവിടെ. അപ്പോൾ അവിടെ നിന്നുള്ള നൈറ്റ് വ്യൂ അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നൈറ്റ് വ്യൂ. അവിടെ റൈറ്റ് സൈഡിൽ വന്നിട്ട് ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ലേക്ക് വ്യൂ ഉണ്ട്. അപ്പോൾ അതിന് ചുറ്റും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇതിലും എപ്പോഴും പറയുന്ന പോലെ നേരിട്ടുള്ള ഭംഗി വീഡിയോയിൽ എന്തായാലും നേരിട്ടുള്ള ഭംഗി വീഡിയോയിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് വ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള വ്യൂ ആണിത്. ഇവിടെ ലേക്ക് വ്യൂ ഇല്ല, പക്ഷെ ഫുൾ സിറ്റി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്.
അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മുടെ ക്രോണിക്കിൾസ് ഫുള്ള് നമ്മൾ കണ്ട് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ഈവനിങ് വന്നതാണല്ലോ, നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം നമ്മൾ നേരത്തെ കയറിയ സ്റ്റെപ്പ് മുഴുവനായിട്ട് നമ്മളിപ്പോൾ തിരിച്ചിറങ്ങണം. എന്താ ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് കാണാമല്ലോ, ഫുള്ള് സിറ്റി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ, ക്രോണിക്കിൾസിലോട്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ നേരെ താഴത്തോട്ട് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അങ്ങനെ ബസ് കയറി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.